ഈ പ്ലാൻ വെച്ച് പഠിക്കുന്നതിനകത്ത് നല്ല രസമുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ 24 ചാപ്റ്റർ പെൻഡിങ് ഉണ്ട്, അപ്പോൾ ഒരാഴ്ചയിൽ 3 എണ്ണം വെച്ച് തീർക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് നമ്മുടെ ലിമിറ്റേഷനേക്കാളും കൂടുതലായിരിക്കും ഉണ്ടാവുക. സോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നത് പരമാവധി ഇരിക്കുക. എല്ലാ ദിവസവും ഇരിക്കുക. ഒരു 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ആവറേജ് ടൈമും എത്രയൊക്കെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരാൾ 3 ദിവസം ഇരുന്നപ്പോഴാണ് ഒരു ചാപ്റ്റർ തീർന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് ഒരാഴ്ചയിൽ ഉറപ്പായിട്ടും 2 ചാപ്റ്റർ തീർക്കാനേ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് പറ്റുന്നത് പോലെ വേണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ശരിക്കും ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ്. നമ്മൾ ചിലപ്പോൾ ആഴ്ചയും കൊണ്ട് 2 ചാപ്റ്റർ ആയിരിക്കും തീർക്കുള്ളൂ. നമ്മൾ 3 ചാപ്റ്ററിന്റെ പ്ലാൻ ഇടും, എന്നിട്ട് അത് തീരാണ്ട് വരുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ ഒരു ഓവർ പ്ലാനിങ്ങിലേക്ക് പോവാതിരിക്കുക. ഏറ്റവും നല്ല പണി, നിങ്ങൾ വെറുതെ പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇടാതെ ഇരിക്കുക, വർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു സ്പീഡ്, ഒരു ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചിട്ട് ആ സ്പീഡ് അനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇഫ് യു ആർ നോട്ട് അറ്റൻഡിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സുകളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഓൾറെഡി ലാസ്റ്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ എന്ന് ഓർക്കുക. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്ലാൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പെൻഡിങ്ങിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ആവറേജ് സ്പീഡ് മനസ്സിലാക്കി അതനുസരിച്ചിട്ടിരുന്ന് നമുക്ക് കണ്ടുപോകാൻ വേണ്ടി പറ്റും. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അടുത്ത ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാൻ പറ്റും.